നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. തൃശ്ശൂരിൽ അരിമ്പൂർ കാവടി എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമാണ്. തൃശ്ശൂരിൽ മാത്രമല്ല അന്യ ദേശത്തു നിന്നൊക്കെ ആളുകൾ വന്നു പോകുന്ന ഒരു വലിയ മഹോത്സവമാണ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ. എന്നാൽ ഇത്തരം ചടങ്ങുകൾക്ക് രാത്രി ഏറെ വൈകി എത്തുന്ന ജനങ്ങൾ നേരിടേണ്ട വലിയൊരു വെല്ലുവിളിയുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെ ആവട്ടെ, കുട്ടികൾ ഉൾപ്പെടെ കടന്നു പോകുന്ന ഏരിയ ആകട്ടെ, ഏത് നിമിഷവും അടിപൊട്ടുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഇവിടെ പലരും പേടിച്ച് പുറകിലേക്ക് മാറുന്നു, ചിലർ ഓടുന്നു, ചിലർക്ക് എന്താ സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാകുന്നില്ല. അത്തരം സന്ദർഭങ്ങളിൽ ഒന്ന് കഴിഞ്ഞ ദിവസവും അരിമ്പൂർ വെച്ച് കാണുകയുണ്ടായി. അരിമ്പൂർ കാവടിക്കിടെയുണ്ടായ നടുറോട്ടിലുണ്ടായ ഒരു പൊരിഞ്ഞ അടി, അത് മുഴുവൻ എടുക്കേണ്ട ആവശ്യം നമുക്കില്ലാത്തത് കൊണ്ടും അത് കണ്ടു നിന്ന് എടുക്കുക എന്നുള്ളതൊരു രസകരമായ പരിപാടി അല്ലാത്തത് കൊണ്ടും നമ്മളത് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ മറ്റു കാര്യങ്ങൾക്കിടെ നമുക്ക് അത് ഷൂട്ട് ചെയ്ത് തന്ന ആൾ ഇട്ട് തന്നൊരു ക്ലിപ്പാണ്. അത് ജസ്റ്റ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു എന്ന് മാത്രം. എന്നാലും ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു ക്രമസമാധാനം പുലർത്തിക്കൊണ്ട് ഒരു മഹോത്സവം നടത്താൻ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ കഴിയുന്നില്ല എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇത്തരം അടി എവിടെ എപ്പോൾ പൊട്ടുമെന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ് ആളുകൾ ഇത്തരം ചടങ്ങിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും ഒരു സത്യമാണ്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് ഷെയർ ചെയ്യുന്നു. മാരുതിക്കാറിൽ ഇരുന്ന ഒരു സംഘവും ഓട്ടോറിക്ഷക്കാരും തമ്മിലാണ് അടിപിടി ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. കാരണം ഒരു സൈഡ് കൊടുക്കുന്നതിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്ത് കയറിയതോ സംബന്ധിച്ചുള്ള ഒരു ബഹളമാണ് അടിയിലേക്ക് എത്തിച്ചത്. പൊടുന്നനെ ചാടി ഇറങ്ങിയവർ ഓട്ടോറിക്ഷ ഡ്രൈവറെ കയ്യേറ്റം ചെയ്യുന്നതാണ് പെട്ടെന്ന് കണ്ടത്. അതിനു മുമ്പ് അവർ തമ്മിലൊരു പയറ്റ് നടത്തി. വാക്കുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകളാണ് കടന്നു പോകുന്നത് രണ്ട് വശത്തു കൂടിയും, ഒരുപാട് ജനങ്ങൾ. ശരിയാണ്, ഇത് പൂരമാണ്, പെരുന്നാളാണെന്നൊക്കെ പറയുന്ന ഒരു സ്ഥിരം കമൻറ്റുകളുണ്ട്. ദയവ് ചെയ്ത് അതുമായിട്ട് ഇതുങ്ങോട്ട് വരരുത്. കാരണം പൂരവും പെരുന്നാളും തെറി പറയാനും ആളുകളുടെ മെക്കിട്ട് കയറാനുള്ള സ്ഥലമല്ല ഒരിക്കലും. അവിടെ സമാധാനപരമായി ആളുകൾക്ക് വന്ന് കണ്ടുപോകാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതിന് വേണ്ടത് അവിടെ കൃത്യമായ നിയമ സംവിധാനവും പോലീസുകാരുടെ ഒരു സംഘവുമാണ്. എന്നാൽ ഈ ഒരു കൂട്ടരെ അവിടെ പൊടിയിട്ട് പോലും കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിഷയമാണ്. അതായത് അഴിഞ്ഞാട്ടത്തിന് വിട്ടുകൊണ്ട് ഫ്രീ ആയിട്ട് അഴിഞ്ഞാട്ടത്തിന് ആളുകളെ വിടുന്ന ഒരവസ്ഥയാണ് കണ്ടത്. ഇത്രയും വലിയൊരു മഹോത്സവമായിട്ട് അവിടെ ഒരു പോലീസിൻ്റെ വണ്ടിയോ പോലീസുകാരൊരു ആളുകളെ നിയന്ത്രിക്കുന്നതായിട്ടോ ഒന്നും അവിടെ കാണാൻ കഴിഞ്ഞില്ല. ഈ ബഹളം നടക്കുന്ന സമയത്തും അവർ അവരുടേതായ രീതിയിൽ ചിലപ്പോൾ മദ്യപിച്ചിട്ടായിരിക്കാം, ശരി, അവരെ നമ്മൾ കുറ്റം പറയുന്നില്ല. ആ മദ്യപിക്കുന്ന സമയത്ത് അവർ ചാടി ഇറങ്ങി അടി കഴിഞ്ഞു, ശരി. പക്ഷേ അവരെ പിടിച്ചു മാറ്റാൻ നിയമപാലകരോ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത്രയും വലിയൊരു സംഭവം അവിടെ നടക്കില്ലായിരുന്നു. അവർ രണ്ട് വഴിക്ക് തിരിച്ചു പോയേനെ. എന്നാൽ അത് നടന്നില്ല. പകരം പബ്ലിക് റോഡിൽ ഇവർ തമ്മിലുള്ള വലിയ അഴിഞ്ഞാട്ടം, അടി, അങ്ങോട്ടും ഇങ്ങോട്ടും ഗംഭീര അടിയും തെറിവിളിയും ആളുകൾ കണ്ടു നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു എന്നുള്ളതാണ്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നടക്കുന്നത് വളരെ മോശമാണ്. സമാധാനപരമായിട്ടുള്ള പൂരവും പെരുന്നാളുകളും ഉത്സവങ്ങളുമാണ് നമുക്ക് വേണ്ടത്. ചില പൂരങ്ങളും പെരുന്നാളുകളും അറിയപ്പെടുന്നത് തന്നെ അടിയുടെ പേരിലാണ്. എന്തൊരു കോമഡിയാണെന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ആളുകൾക്ക് ഇതെല്ലാം കണ്ട് ശീലമായി അങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിക്കാൻ പാടുന്നുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ സമാധാനപരമായിട്ടാണ് ഇത്തരം സംഭവങ്ങൾ നടത്തേണ്ടത്. അതിന് പകരം ആളുകളുടെ അഴിഞ്ഞാട്ടമോ അടിപിടിയോ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത്തരം വീഡിയോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഷെയർ ചെയ്യുക. കാരണം നമുക്ക് സമാധാനപരമായിട്ടുള്ള പൂരവും പള്ളി പെരുന്നാളും ഒക്കെ എല്ലാവർക്കും ചേർന്ന് ആഘോഷിക്കാം. തീർച്ചയായിട്ടും. താങ്ക്